പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഒക്ടോബർ മാസം 19-ാം തീയതി ഞായറാഴ്ച. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 12-ാമത്തെ വാക്യം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. നമ്മുടെ കാലഘട്ടം ഉയരാനുള്ള മത്സരത്തിൻ്റെ കാലമാണ്. ഒരാൾ മറ്റൊരാളെ മുന്നോട്ട് കടന്നു പോകാൻ, പേര് നേടാൻ, പ്രശംസിക്കപ്പെടുവാനൊക്കെ ശ്രമിക്കുന്നു. ലോകം നമ്മോട് പറയുന്നു, നീ മുന്നിലിരിക്കണം, നീയാവണം മികച്ചത്. പക്ഷെ യേശു ക്രിസ്തു പറയുന്നു, ദൈവരാജ്യത്തിൽ മഹത്വം നേടാനുള്ള രഹസ്യം അഹങ്കാരമല്ല, താഴ്മയിലാണ്. മനുഷ്യൻ തൻ്റെ ശക്തിയിൽ ഉയരാൻ ശ്രമിച്ചാൽ അവൻ വീണേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ കൃപയിൽ താഴ്മയോടെ നിൽക്കുന്നവനെ ദൈവം ഉയർത്തും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തില് യേശു ശാസ്ത്രിമാരോടും പരീശന്മാരോടും സംസാരിക്കുകയാണ്. അവർ നിയമം പഠിപ്പിച്ചവർ ആയിരുന്നു. അവരുടെ ജീവിതം അഹങ്കാരത്താലും കപടത്താലും നിറഞ്ഞിരുന്നു. അവർ ആദരവിനായി വലിയ വസ്ത്രങ്ങൾ ധരിച്ചു. ജനങ്ങൾക്ക് മുൻപിൽ റബ്ബി എന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. അവർക്ക് ബഹുമാനം വേണം, സ്ഥാനം വേണം. പക്ഷെ യേശു അവരോട് പറയുന്നു, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ദൈവത്തിൻ്റെ കണ്ണിൽ മഹത്വം അളക്കുന്നത് ലോകം പറയുന്നത് പോലെയല്ല. ലോകം പറയുന്നു ഉയർന്ന പദവിയും ബഹുമാനവും സമ്പത്തുമുള്ളവനാണ് മഹാൻ. എന്നാൽ ക്രിസ്തു പറയുന്നു താഴ്മയുള്ളവനാണ് യഥാർത്ഥ മഹാൻ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ശ്ലീഹ പറയുന്നുണ്ട്, അവൻ മനുഷ്യനായി പ്രത്യക്ഷനായി, മരണത്തോളം അനുസരിച്ചവനായി, അതും ക്രൂശ് മരണത്തോളം. ഇതാണ് യേശുവിൻ്റെ താഴ്മയുടെ ഉത്തമ മാതൃക. അതിനാൽ തന്നെയാണ് ദൈവം അവനെ എല്ലാ നാമത്തിലും മേലായ നാമം നൽകി ഉയർത്തിയത്. ഇന്ന് ദൈവം നമ്മോടും ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിൽ നീയാണോ ഉയർന്നത്, അതോ ഞാനോ? ഒരുപാട് സമയം നമ്മുടെ എല്ലാം പ്രാർത്ഥനയും സേവനം പോലും നമ്മെ മഹത്വപ്പെടുത്തുവാനായി ഉപയോഗിക്കുന്നില്ലേ? പക്ഷെ യഥാർത്ഥ സമർപ്പണം സ്വയം താഴ്ത്തി ദൈവത്തെ ഉയർത്തുക എന്നതല്ലേ? ദൈവം ഉയർത്തുന്നത് സ്വയം താഴ്ത്തുന്നവനെയാണ്. നാം സേവനം ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മുടെ പേര് പ്രശംസിക്കപ്പെടുവാനല്ല, ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുവാനായിരിക്കണം അത് ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിൽ, ജോലി സ്ഥലത്ത്, സമൂഹത്തിൽ നാം യേശുവിൻ്റെ താഴ്മ ധരിക്കണം. അപ്പോൾ അഹങ്കാരമല്ല, വിനയപ്പെടലാണ് ഒരു ക്രിസ്ത്യാനിയുടെ അടയാളം എന്നത് മനസ്സിലാക്കുക. ജീവിതത്തിൻ്റെ വഴികളിൽ നാം പലപ്പോഴും ഉയരാൻ ശ്രമിക്കുന്നു, സ്ഥാനത്തിലും ബഹുമാനത്തിലും നാമത്തിലുമെല്ലാം. പക്ഷെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവരാജ്യത്തിലെ ഉയരം താഴ്മയുടെ പാതയിലൂടെയാണ് ലഭിക്കുന്നത്. താഴ്മയിൽ നമുക്ക് പാദങ്ങൾ നനഞ്ഞാലും ആ പാതയിലൂടെയാണ് ദൈവത്തിൻ്റെ പർവ്വത ശിഖരം കാണാൻ നമുക്ക് സാധിക്കുന്നത്. താഴ്മയുള്ളവൻ തോൽക്കുന്നവനല്ല, ദൈവത്തിൻ്റെ കയ്യിൽ ഉയരാൻ തയ്യാറായവനാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയം തുറന്ന് ദൈവത്തോട് പറയാം, കർത്താവേ, എന്നെ വിനയമുള്ളവനാക്കണമേ. എൻ്റെ ജീവിതത്തിലൂടെ നിന്റെ മഹത്വം മാത്രം പ്രകടമാകുവാൻ ഇടയാക്കണമേ. അപ്പോൾ നമുക്കുറപ്പായിരിക്കും, മനുഷ്യൻ താഴ്ത്തിയാലും ദൈവം നമ്മെ ഉയർത്തും. അതാണ് ദൈവവചനത്തിൻ്റെ സത്യവും നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, താഴ്മയിൽ ദൈവം വസിക്കുന്നു, അഹങ്കാരത്തിൽ ദൈവം അകന്നിരിക്കുന്നു. God dwells in humility. He stays away from pride. താഴ്മയിൽ ദൈവം വസിക്കുന്നു, അഹങ്കാരത്തിൽ ദൈവം അകന്നിരിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിന്റെ കാൽപ്പാടുകൾ താഴ്മയുടെയും
അനുസരണത്തിൻ്റെയും പാതകളായിരുന്നു. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളെ സ്വയം ഉയർത്തുവാൻ ശ്രമിച്ചു, നിന്നെ മറന്നു. ഇന്ന് നിന്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ താഴ്മയുള്ളവരാകാൻ അനുവദിക്കണമേ. ഞങ്ങളിലൂടെ നിന്നെ മാത്രം ലോകം കാണാൻ ഇടയാകണമേ. നിന്റെ നാമം മാത്രം ഉയർത്തപ്പെടണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.